ജൂൺ 18 മുതൽ 21 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് 32 ലിസ്റ്റഡ് കമ്പനികളാണ്. ഇതിൽ 10 കമ്പനികൾ പ്രതിയോഹരി ലാഭവിഹിതമായി 10ലധികം രൂപ വീതമാണ് നിക്ഷേപകർക്ക് നൽകാൻ പോകുന്നത്. 6 ഓഹരികൾ 20ലധികം രൂപ വീതം ഓഹരി ഉടമകൾക്ക് നൽകുന്നു. ഇതിൽ നിന്നും HDFC AMC, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, LTI മൈൻഡ്ട്രീ, L&T, ബജാജ് ഫിനാൻസ്, സുപ്രീം ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഡിവിഡൻഡ് ഓഹരികളുടെ വിശദാംശമാണ് ഇനി പങ്കുവയ്ക്കുന്നത്. ആദ്യമായി HDFC AMC. രാജ്യത്തെ പ്രധാന മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലൊന്നാണ് HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയുമാണിത്. താരതമ്യേന മോശമല്ലാത്ത പ്രതിയോഹരി ലാഭവിഹിതമാണ് കൈമാറുന്നത്. അതിനാൽ തന്നെ ഈ മിഡ് ക്യാപ്പ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 1.74% അതേസമയം വരുന്ന വ്യാപാരാഴ്ചയിൽ ഇടക്കാല ലാഭവിഹിതം നൽകുമെന്ന് HDFC AMC പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 70 രൂപ വീതം നിക്ഷേപകർക്ക് ലഭിക്കും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി ജൂൺ 18 നിശ്ചയിച്ചു. ഈ ഡിവിഡൻഡ് തുക ജൂൺ 30-നകം തന്നെ കൈമാറുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 4014 രൂപയിലായിരുന്നു HDFC AMC ഓഹരിയുടെ ക്ലോസിംഗ്. ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ. റിസർവ് ബാങ്കിന് കീഴിൽ NBFC എന്ന നിലയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിലും കമ്പനികളുടെ ഓഹരികളിലും ബോണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതിൽ ശ്രദ്ധയൂന്നിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ. കമ്പനി നടത്തിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം നിക്ഷേപങ്ങളും ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളിലാണ്. മുടക്കമില്ലാതെ ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയുമാണിത്. നിലവിൽ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 0.046%. അതേസമയം വരുന്ന വ്യാപാരാഴ്ചയിൽ അന്തിമ ലാഭവിഹിതം നൽകുമെന്നും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഹരി ഒന്നിന് 28 രൂപ വീതമാകും കൈമാറുക. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 18 ആകുന്നു. നിലവിൽ 6731 രൂപയിലാണ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത്. LTI മൈൻഡ്ട്രീ. രാജ്യത്തെ പ്രമുഖ IT കമ്പനിയാണ് LTI മൈൻഡ്ട്രീ. 2019 L&T ഗ്രൂപ്പ് ഏറ്റെടുത്ത മൈൻഡ്ട്രീയും L&T ഇൻഫോടെക്കും 2022 ലയിപ്പിച്ചാണ് LTI മൈൻഡ്ട്രീ രൂപീകരിച്ചത്. ഒരു വർഷം ഒന്നിലധികം തവണ ലാഭവിഹിതം നൽകുന്ന കമ്പനിയുമാണിത്. താരതമ്യേന ഭേദപ്പെട്ട ഡിവിഡൻഡ് ഈൽഡും ഈ ലാർജ് ക്യാപ്പ് ഓഹരി രേഖപ്പെടുത്തുന്നു. നിലവിൽ 1.29% ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ്. അതേസമയം പുതിയ വ്യാപാരാഴ്ചയിൽ അന്തിമ ലാഭവിഹിതം നൽകുമെന്നും LTI മൈൻഡ്ട്രീ പ്രഖ്യാപിച്ചിരുന്നു. ഓഹരി ഒന്നിന് 45 രൂപ വീതം അന്തിമ ലാഭവിഹിതമായി കൈമാറുമെന്നാണ് അറിയിപ്പ്. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി ജൂൺ 19 നിശ്ചയിച്ചു. കഴിഞ്ഞ ആഴ്ച 5032 രൂപയിലായിരുന്നു LTI മൈൻഡ്ട്രീ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. L&T. ഇന്ത്യയിലെ വൻകിട എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ അഥവാ L&T. ഉപകമ്പനികളുടെ ധനകാര്യം, IT ഉൾപ്പെടെയുള്ള നിരവധി ബിസിനസ് മേഖലയിലും L&T ഗ്രൂപ്പിന് പ്രവർത്തന സാന്നിധ്യം നേടാനായിട്ടുണ്ട്. അതേസമയം മുടങ്ങാതെ ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയുമാണിത്. നിലവിൽ 0.076% L&T ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ്. വരുന്ന വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് അന്തിമ ലാഭവിഹിതം നൽകുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. ഓഹരി ഒന്നിന് 28 രൂപ വീതമാവും നിക്ഷേപകർക്ക് കൈമാറുക. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി ജൂൺ 20 നിശ്ചയിച്ചു. കഴിഞ്ഞ ആഴ്ച 3688 രൂപയിലായിരുന്നു L&T ഓഹരിയുടെ ക്ലോസിംഗ്. ബജാജ് ഫിനാൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും വൈവിധ്യവൽക്കരിക്കപ്പെട്ടതുമായ ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്. എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻഡ് വിതരണം ചെയ്യുന്ന ഓഹരിയുമാണിത്. നിലവിൽ ബജാജ് ഫിനാൻസ് ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 0.049% പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് അന്തിമ ലാഭവിഹിതം നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 36 രൂപ വീതം നിക്ഷേപകർക്ക് ലഭിക്കും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 21 ആകുന്നു. നിലവിൽ 7342 രൂപയിലാണ് ബജാജ് ഫിനാൻസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. സുപ്രീം ഇൻഡസ്ട്രീസ്. രാജ്യത്തെ മുൻനിര പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാതാക്കളിലൊന്നാണ് സുപ്രീം ഇൻഡസ്ട്രീസ്. പ്ലാസ്റ്റിക് പൈപ്പ്, പ്രൊട്ടക്റ്റീവ് പാക്കേജിംഗ് ഉൽപ്പന്നങ്ങൾ, മോൾഡഡ് ഫർണിച്ചർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നു. അതേസമയം നിക്ഷേപകർക്ക് മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന ഓഹരിയുമാണിത്. നിലവിൽ 0.5% സുപ്രീം ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് അന്തിമ ലാഭവിഹിതം നൽകുമെന്നും അറിയിച്ചിരുന്നു. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 22 രൂപ വീതം നിക്ഷേപകരെ തേടിയെത്തും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 21 ആകുന്നു. കഴിഞ്ഞ ആഴ്ച 6040 രൂപ നിലവാരത്തിലാണ് സുപ്രീം ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. മറ്റ് ഡിവിഡൻഡ് ഓഹരികൾ. പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് 10ലധികം രൂപ ലാഭവിഹിതം നൽകാൻ പോകുന്ന മറ്റ് 4 ഓഹരികൾ കൂടിയുണ്ട്. ഇതിൽ കാർബൺ തണ്ടുകൾ നിർമ്മിക്കുന്ന പാനാസോണിക് കാർബൺ ഇന്ത്യ കമ്പനി അന്തിമ ലാഭവിഹിതമായി പ്രതിയോഹരി 12 രൂപ വീതം നിക്ഷേപകർക്ക് നൽകും. ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 19 അതേപോലെ ടാറ്റ ഗ്രൂപ്പ് കമ്പനികളിലൊന്നായ ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ നിക്ഷേപകർക്ക് അന്തിമ ലാഭവിഹിതം 15 രൂപ വീതം നൽകുന്നു. എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 20 ആകുന്നു. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ കെയർ റേറ്റിംഗ്സ് അന്തിമ ലാഭവിഹിതമായി പ്രതിയോഹരി 11 രൂപ വീതം കൈമാറും. ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 21. IT കമ്പനിയായ സൈൻ ലിമിറ്റഡ് അന്തിമ ലാഭവിഹിതമായി 18 രൂപ വീതം നൽകും. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ജൂൺ 21. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്.
നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം തേടാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.